2002 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം ഒഹാസിസിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ജോങ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജോങ് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പയ്യനാണ്. സൊസൈറ്റിയുടെ റൂളുകളോ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയോ അവനൊരു ധാരണയുമില്ല. തന്റെ പ്രവൃത്തികളുടെ ഫലം എന്തായിത്തീരും എന്നവൻ ചിന്തിക്കാറുമില്ല. അന്ന് ജോങ് ജയിലിൽ നിന്ന് തിരികെ എത്തുകയായിരുന്നു. 3 കൊല്ലത്തിനു മുമ്പ് മദ്യപിച്ച് കാറോടിച്ചിടിച്ച് ഒരാളെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനായിരുന്നു അവൻ ജയിലിൽ പോയത്. ജോങ് തന്റെ നാട്ടിലേക്കെത്തി. വിന്റർ സീസൺ ആരംഭിക്കുകയായിരുന്നു. ജോങ്ങിന് അമ്മയെന്നാൽ ജീവനാണ്. അമ്മയെ കാണാൻ പോകുന്നതിനു മുമ്പ് അമ്മയ്ക്കൊരു ഗിഫ്റ്റായി ജയിലിൽ നിന്ന് സമ്പാദിച്ച പണം ഉപയോഗിച്ച് അവനൊരു സ്വെറ്റർ വാങ്ങി. അമ്മയെ കാണാനുള്ള ആഗ്രഹത്തോടെ അവർ മുമ്പ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ജോങ് എത്തിച്ചേർന്നു. പക്ഷെ അവിടെ അവന്റെ ഫാമിലി ഉണ്ടായിരുന്നില്ല. മറ്റേതോ ഫാമിലിയായിരുന്നു താമസിച്ചിരുന്നത്. ജോങ് ആകെ അങ്കലാപ്പിലായി. എങ്ങോട്ട് പോകണം എന്നവൻ അറിയില്ലായിരുന്നു. ജോങ്ങിന് 2 സഹോദരങ്ങളുണ്ട്. അവരുടെ ഫോൺ നമ്പറും അവന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും ജോങ്ങിന് വല്ലാതെ വിശക്കാൻ തുടങ്ങി. അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി അവൻ വയറു നിറച്ചു കഴിച്ചു. ഹോട്ടൽ ഓണർ ജോങ്ങിന്റെ വിചിത്ര പെരുമാറ്റവും മറ്റും ശ്രദ്ധിച്ച് അവന്റെ കയ്യിൽ ഭക്ഷണത്തിന്റെ ബില്ല് കൊടുത്തു. വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ജോങ് തന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറഞ്ഞ് തന്റെ ഷൂസൂരി ആ ഓണറുടെ മുമ്പിൽ വെച്ച് തന്നെ പോവാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. ഹോട്ടൽ ഓണർക്ക് വലിയ ദേഷ്യം വരികയായിരുന്നു ചെയ്തത്. നീയൊന്ന് പോകുന്നത് കാണണമല്ലോടാ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ജോങ്ങിനെ അയാൾ അവിടെ പിടിച്ചിരുത്തി. പിന്നാലെ പോലീസിനെ വിളിച്ച് അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് വന്നതും ഭയന്നിരുന്ന ജോങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അവനെ പിടികൂടി. പിന്നാലെ സ്റ്റേഷനിലേക്കും എത്തിച്ചു. സ്റ്റേഷനിലേക്ക് എത്തിയ അവന്റെ കയ്യിലുള്ള വസ്തുക്കൾ പോലീസ് പരിശോധിച്ചു. അവന്റെ ഹിസ്റ്ററിയും എടുത്തു. ജോങ്ങിന്റെ പേരിൽ അറ്റംപ്റ്റ് റേപ്പിനും മദ്യപിച്ച് കാറോടിച്ചൊരാളെ കൊലപ്പെടുത്തിയതിനും റോബറിക്കും കേസുകളുണ്ട് എന്ന കാര്യം പോലീസുകാർ മനസ്സിലാക്കി. കൂട്ടത്തിൽ ജോങ് ഒരു ഓട്ടിസ്റ്റിക് പേഴ്സൺ ആണെന്നും ഇന്നാണ് ജയിലിൽ നിന്നും അവൻ പുറത്തിറങ്ങിയത് എന്നും പോലീസുകാർ തിരിച്ചറിഞ്ഞു. ജോങ്ങിൽ നിന്നും തന്റെ ഫാമിലിയെ അന്വേഷിച്ച് പോയതാണെന്നും വിശന്നപ്പോൾ ഭക്ഷണം കഴിച്ചതാണ് എന്നുകൂടി അറിഞ്ഞ പോലീസുകാർ വൈകാതെ ജോങ്ങിന്റെ സഹോദരങ്ങളെ വിളിച്ചു വരുത്തി. ജോങ്ങിന്റെ അനിയൻ സ്റ്റേഷനിലെത്തുകയും നടന്ന സംഭവത്തിന് ക്ഷമ ചോദിച്ച് ഹോട്ടലുകാരന് പണമടച്ച് ജോങ്ങിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. കാറിൽ പോകുമ്പോൾ ജോങ് വലിയ സന്തോഷത്തിലായിരുന്നു. ആവേശത്തോടെ അയാൾ അനിയനോട് സംസാരിച്ചു. പക്ഷേ അനിയനാകട്ടെ വലിയ താല്പര്യമൊന്നുമില്ലാത്ത പോലായിരുന്നു ജോങ്ങിനോട് ഇടപഴകിക്കൊണ്ടിരുന്നത്. ഒടുവിൽ അവർ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അമ്മയെ കണ്ടതും ജോങ്ങിന് അത്രമേൽ സന്തോഷമായിരുന്നു. ജോങ്ങിനൊരു ചേട്ടനും അനിയനുമാണുള്ളത്. ചേട്ടൻ വിവാഹം കഴിച്ച് ചേട്ടന്റെ ഭാര്യയും അവിടുണ്ട്. ജോങ് ജയിലിൽ നിന്നും തിരികെ വന്നതിൽ അവന്റെ അമ്മയ്ക്ക് മാത്രമേ സന്തോഷമുണ്ടായിരുന്നുള്ളൂ. സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോങ് ഒരു ബാധ്യതയായിരുന്നു. ജോങ്ങിനെ കൂടെ നിർത്തുന്നത് തങ്ങൾക്കത്ര നല്ലതല്ല എന്ന് കരുതി ജോങ്ങിന്റെ ചേട്ടൻ ജോങ്ങിനെ ഒരു കൂട്ടുകാരന്റെ കടയിൽ ഡെലിവറി ബോയായി ജോലിക്കേൽപ്പിച്ചു കൊടുത്തു. ജോങ് വീട്ടിലേക്ക് വരരുത് എന്ന് ചിന്തിച്ച് കടയിൽ തന്നെ താമസിപ്പിക്കണം എന്ന തരത്തിൽ അവിടെ സൗകര്യവും ഒരുക്കി. അന്ന് വൈകുന്നേരം ജോങ് ഒരു ബൊക്കെ വാങ്ങി ഒരു വീട്ടിലേക്ക് പോവാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തിൽ ആരെ കാറടിച്ചു കൊന്നു എന്ന കുറ്റത്തിനാണോ അവൻ ജയിലിൽ കിടന്നത് ആ വീട്ടിലേക്കായിരുന്നു അവൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് അയാളുടെ ബന്ധുക്കളോട് ക്ഷമ ചോദിക്കാനായിരുന്നു അത്. അവിടെ ചെന്ന് ജോങ് കണ്ടത് സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു പെൺകുട്ടിയെയായിരുന്നു. മരണപ്പെട്ട വ്യക്തിയുടെ മകളായിരുന്നു അവർ. ജോങ് അങ്ങോട്ടേക്ക് കയറി ചെന്ന് ഹാൻ ഗോങ് ജു എന്നു പേരുള്ള ആ പെൺകുട്ടിയോട് മാപ്പപേക്ഷിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ആ പെൺകുട്ടിയുടെ ചേട്ടൻ കയറി വന്നു. അയാളുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ജോങ്ങിനെ കണ്ടപാടെ അയാൾ ജോങ്ങിനോട് ദേഷ്യപ്പെട്ടു. എന്റെ അച്ഛനെ കൊന്നിട്ട് നീ ഇവിടെ മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അയാൾ ജോങ്ങിനെ തള്ളി പുറത്താക്കി. ഇതിനിടയിൽ മറ്റൊന്നുകൂടി നടക്കുന്നുണ്ടായിരുന്നു. ഡിസബിൾഡ് ആയ ഹാനിനു വേണ്ടി ഇൻഷുറൻസ് തുകയും ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് ഫ്ളാറ്റും മറ്റും കിട്ടുമായിരുന്നു. ബുദ്ധിപൂർവ്വം അത് മുഴുവൻ തനിക്കായി കരസ്ഥമാക്കിയ ഹാനിന്റെ ചേട്ടൻ ഹാനിനെ അവരുടെ പഴയ ആ കുടിസ് അപ്പാർട്ട്മെന്റിൽ തള്ളിയിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് മാത്രം അയാൾ അവിടെ വന്ന് അവളെ നോക്കും. ആ കാര്യം മനസ്സിലായിരുന്ന ജോങ് ആകട്ടെ അയാളും ഭാര്യയും അവിടെ നിന്ന് പോവാൻ നേരം അയാളുടെ അടുത്ത് ചെന്ന് അതിനെപ്പറ്റി ചോദ്യം ചെയ്തു. നീ എന്നോട് റൂൾസ് സംസാരിക്കുന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ നിന്റെ കാര്യം നോക്കി പോടാ എന്ന് പറഞ്ഞ് അയാൾ ജോങ്ങിനെ ആട്ടിയോടിച്ചു. ജോങ്ങും തിരികെ പോന്നു. തന്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഫുഡ് ഡെലിവറി ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം റോഡിൽ ഷൂട്ടിംഗ് നടക്കുന്നത് അവൻ കണ്ടു. ഷൂട്ടിംഗ് ശ്രദ്ധിച്ചു പോയതുകൊണ്ട് തന്നെ അവന്റെ ഡെലിവറി ബൈക്ക് അപകടത്തിൽ പെടുകയും ഫുഡ് മുഴുവൻ വേസ്റ്റ് ആവുകയും ഉണ്ടായി. ജോങ്ങിന്റെ ബോസ് അതിന്റെ പേരിൽ വല്ലാതെ ദേഷ്യപ്പെടുകയും ജോങ്ങിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. വീട്ടിലെത്തിയതും വീട്ടുകാരുടെ ശകാരവും ഒക്കെ അവന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജോങ് അതൊന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നതും ചിന്തകളിൽ ഓടിക്കൊണ്ടിരുന്നതും ഹാൻ മാത്രമായിരുന്നു.
അടുത്ത ദിവസം ഒരു ബൊക്കെയൊക്കെ വാങ്ങി അവൻ വീണ്ടും ഹാനിനെ കാണുവാൻ ഹാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടു ചെന്നു. പക്ഷേ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അവളുടെ ചേട്ടൻ അവളെ അകത്ത് പൂട്ടിയിട്ട് തങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയതായിരിക്കും എന്ന് തന്നെ അവൻ മനസ്സിലാക്കി. ഹാനിനെ നോക്കുവാൻ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയായിരുന്നു ഹാനിന്റെ ചേട്ടൻ ഏർപ്പാടാക്കിയിരുന്നത്. പുറത്തു പോയിരുന്ന അവർ കുറച്ചു കഴിഞ്ഞ് തിരികെ വന്നു. അവിടെ പൂച്ചട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഹാനിന്റെ അപ്പാർട്ട്മെന്റ് ചാവിയെടുത്ത് ആ റൂം തുറന്നു. ഇതൊക്കെ അവിടെ നിൽക്കുകയായിരുന്ന ജോങ്ങും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ലേഡി അവിടെ നിന്ന് പോയതും ജോങ് വിദഗ്ധമായി ചാവിയെടുത്ത് ആരും അറിയാതെ ഹാനിന്റെ അപ്പാർട്ട്മെന്റിനകത്ത് കടന്നു. അകത്തെത്തിയ അവൻ ഹാനിനോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ കാണാനാ വന്നത്. ഇവിടെ നിന്ന് പോയതിൽ പിന്നെ നിന്റെ ചിന്തകൾ തന്നെയാ എനിക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ദാ എന്റെ വിസിറ്റിംഗ് കാർഡ് ദാ ഇവിടെ വെക്കുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാ മതി. ജോങ് അങ്ങനെ പെട്ടെന്ന് അപ്പാർട്ട്മെന്റിനകത്ത് വന്നത് ഹാനിന് വല്ലാതെ അൺകംഫോർട്ടബിൾ ആകുന്നുണ്ടായിരുന്നു. സംസാരിക്കാനൊന്നും പറ്റാതെ വല്ലാതെ അസ്വസ്ഥത അവൾ പ്രകടിപ്പിച്ചപ്പോൾ അവൾ തന്നെ അടുത്തിടപഴകാൻ ക്ഷണിക്കുകയാണ് എന്നായിരുന്നു ജോങ് ചിന്തിച്ചത്. ജോങ് അവളെ കെട്ടിപ്പിടിക്കാനും അവളോട് ഇന്റിമേറ്റ് ആവാനും ശ്രമിച്ചു. ഹാനിനാണെങ്കിൽ തന്നെ വിടുന്നു പോലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ അവൾ ബോധരഹിതയായി. അതോടെ വല്ലാതായി അവൻ ഭയന്ന് അവിടെ നിന്നിറങ്ങി ഓടിപ്പോയി. അടുത്ത ദിവസം ഒന്ന് സംഭവിച്ചു. ഹാനിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഹാനിനെ നോക്കുന്ന ആ സ്ത്രീ അവരുടെ ഹസ്ബൻഡുമായി വന്നു. അവർ തമ്മിൽ അടുത്ത മുറിയിൽ വെച്ച് ഇന്റിമേറ്റായി ഇടപഴകാൻ തുടങ്ങി. ഹാനത് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾക്കും തന്റെ ലൈഫിൽ അത്തരത്തിൽ പ്രണയബന്ധമൊക്കെ വേണമെന്ന് തോന്നി. അവൾക്കൊന്ന് അണിഞ്ഞൊരുങ്ങണമെന്ന് തോന്നിയതുകൊണ്ട് അവൾ ലിപ്സ്റ്റിക് ധരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവൾക്ക് അന്നെന്തോ സന്തോഷം അനുഭവപ്പെട്ടു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് അവളുടെ ചേട്ടൻ കടന്നു വന്നു. അവളെ അവിടെ നിന്നും അന്ന് അവർക്ക് കിട്ടിയ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ചേട്ടൻ വന്നിരുന്നത്. കാരണം അന്ന് അവിടെ ചെക്കിങ്ങിനും മറ്റുമായി ഒരു സംഘം ഉദ്യോഗസ്ഥർ വരുമായിരുന്നു. പക്ഷേ അതൊന്നും അറിയാതിരുന്ന ഹാൻ ചേട്ടൻ തന്നെ കൊണ്ടുപോവുകയാണ് എന്നാലോചിച്ച് ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ വീട്ടിലെത്തി ഓഫീസേഴ്സ് വന്ന് ഹാൻ അവിടെയുണ്ടോ, നന്നായി ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് തിരികെ പോയതും ചേട്ടൻ അവളെ വീണ്ടും അവിടെ നിന്നും ആ കൂടിസ് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടെത്തിച്ചു. ശേഷം പഴയ പോലെ അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അത് ഹാനിന്റെ മനസ്സ് തകർത്തിരുന്നു. അവൾ വല്ലാതെ ദുഃഖിതയായി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ജോങ് വെച്ചിട്ട് പോയി വിസിറ്റിംഗ് കാർഡ് ഹാൻ കണ്ടു. ജോങ്ങിനോട് സംസാരിക്കണം എന്ന് തോന്നിയ അവൾ അവന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഫോൺ ചെയ്യുകയും നാളെ രാവിലെ വരാമോ, നിന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട് എന്ന് വളരെയധികം കഷ്ടപ്പെട്ട് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ശബ്ദത്തിൽ പറയുകയും ചെയ്തു. ജോങ്ങിനും എന്താണ് എന്ന് കാര്യമായി മനസ്സിലായില്ലെങ്കിലും അടുത്ത ദിവസം ഹാനിനെ കാണാൻ പോകണം എന്നവൻ തീരുമാനിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ജോങ് പുറപ്പെട്ട് ഹാനിന്റെ അടുത്തെത്തി. അന്ന് ഹാനിനോട് മോശമായി പെരുമാറിയതിന് ജോങ് അവളോട് ക്ഷമ ചോദിച്ചു. ഹാൻ അതൊന്നും കാര്യമായി എടുത്തിരുന്നില്ല. അവൾ ചെറിയ തോതിൽ പുഞ്ചിരിച്ചു. അവളോട് അത്രമേൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ജോങ് മാത്രമായിരുന്നു. അവർ തമ്മിൽ സൗഹൃദം ആരംഭിച്ചു. ജോങ്ങിന്റെ ഡെലിവറി ജോലി പോയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ മെക്കാനിക് ഷോപ്പിൽ ജോലി നോക്കാൻ ആരംഭിച്ചിരുന്നു. വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകാതിരിക്കുവാൻ മെക്കാനിക് ഷെഡിൽ തന്നെയായിരുന്നു അവനുള്ള താമസവും അറേഞ്ച് ചെയ്തിരുന്നത്. തന്റെ ജോലി കഴിഞ്ഞാൽ ജോങ് ഹാനിനെ കാണാൻ പോകും. ഹാനിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കാനും അവളുടെ തുണികൾ വാഷ് ചെയ്തു കൊടുക്കാനും അവളെ പരിപാലിക്കാനും ഒക്കെ അവൻ ആരംഭിച്ചു. അവളോട് സാധാരണ രീതിയിൽ അവൻ ഒരുപാട് സംസാരിക്കുകയും ചെയ്യും. ജോങ്ങിന്റെ സംസാരമൊക്കെ ഹാനിനും ഇഷ്ടമായിരുന്നു. അവൾ അത് കേട്ട് ചിരിക്കുകയും മറുപടി പറയാൻ ശ്രമിക്കുകയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം ഇരുവരും സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട പോലെ അവൾ വല്ലാതെ ഭയപ്പെടാൻ ആരംഭിച്ചു. ജോങ്ങും അതെന്താണെന്ന് നോക്കി. അവൾക്കെതിരെ ഓയാസിസ് എന്ന് എഴുതിയ വലിയൊരു ഡ്രോയിങ് ഉണ്ടായിരുന്നു. ആ ഡ്രോയിങ്ങിന്റെ മേലെ ഒരു നിഴൽ വന്നു വീണിരിക്കുന്നു. വല്ലാത്തൊരു രൂപത്തിലുള്ള വൃക്ഷത്തിന്റെ ആ നിഴൽ അനങ്ങുമ്പോൾ ഒരു രൂപം പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതിനെ പ്രേതത്തെ പോലെ കരുതിയായിരുന്നു ഹാൻ ഭയപ്പെട്ടിരുന്നതും. അത് ജോങ് തിരിച്ചറിഞ്ഞു. പിന്നാലെ ജോങ് എഴുന്നേറ്റ് ഇത് വെറും നിഴല, ദേ ഇപ്പൊ ഈ പ്രേതം പോകുന്നത് നോക്കിക്കോ, ഞാനൊരു മന്ത്രം ചൊല്ലുമ്പോഴേക്കും ഒക്കെ ഓക്കെയാവും എന്ന് പറഞ്ഞ് ജോങ് മന്ത്രം ചൊല്ലാനായി നിന്നു. പെട്ടെന്ന് പുറത്തുനിന്നാരോ വരുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഹാനിന്റെ ചേട്ടനും ചേച്ചിയും വരുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ജോങ് ഉടനടി അവർ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പുറത്തു കടന്നു. അവർക്കിടയിൽ പതിയെ പതിയെ കൂടുതൽ അടുപ്പം രൂപപ്പെടാൻ ആരംഭിച്ചു. ഒരുപാട്
ഒരുപാട് നേരം അവർ ഫോണിൽ സംസാരിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളെ വെളിയിൽ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് ജോങ്ങിന് തോന്നി. പക്ഷേ അവന്റെ പക്കൽ പണമുണ്ടായിരുന്നില്ല. ഒരവസരം കിട്ടിയപ്പോൾ അവൻ ചേച്ചിയുടെ ബാഗിൽ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റി. പിന്നാലെ നേരെ ഹാനിനെ ചെന്ന് കണ്ട് അവളെ പൊക്കിയെടുത്ത് വീൽചെയറിൽ കൊണ്ടിരുത്തി അവളും ഒന്നിച്ച് പുറത്ത് കറങ്ങാൻ പോയി. വീടിനുള്ളിൽ എപ്പോഴും അടച്ചു കിടന്നിരുന്ന ഹാനിന് അത് വലിയ സന്തോഷമായിരുന്നു. ജോങ്ങിന്റെ സാന്നിധ്യവും അവൾക്ക് ആശ്വാസം പകർന്നു. മെട്രോയിൽ പോകുമ്പോൾ എതിരിലിരിക്കുന്ന കപ്പിൾസിനെ ഹാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തന്റെ കൈകാലുകളും നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇതുപോലൊക്കെ തനിക്കും ജീവിക്കാമായിരുന്നല്ലോ എന്ന് ദുഃഖത്തോടെ അവൾ ചിന്തിച്ചു. യാത്രക്കിടയിൽ വിശന്നപ്പോൾ അവരിരുവരും ഒരു റെസ്റ്റോറന്റിലെത്തി. അവിടെയുള്ളവർ എല്ലാവരും അവരെ വിചിത്രമായിരുന്നു നോക്കിയത്. അവിടുത്തെ വെയിട്രസ് പോലും അവരെ നല്ല രീതിയിൽ പരിഗണിച്ചില്ല. ഹാനിനോട് അപമര്യാദയായി പെരുമാറാൻ നോക്കിയതും ദേഷ്യത്തിൽ ഹാനിനെയും കൂട്ടി ജോങ് അവിടെ നിന്ന് പോന്നു. ജോങ് അവളെയും കൂട്ടി താൻ താമസിക്കുന്ന മെക്കാനിക് ഷെഡിലേക്ക് പോന്നു. അന്ന് ഹോളിഡേ ആയതിനാൽ ഷോപ്പ് അവധിയായിരുന്നു. അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയ അവൻ അവൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ജോങ് ഹാനിനായി ഭക്ഷണം കോരിക്കൊടുക്കുകയും മറ്റും ചെയ്തു. സന്ധ്യ വരെ അവിടെ അവർ തുടർന്നിരുന്നു. സന്ധ്യയായതും ഹാനിനെ തിരികെ വീട്ടിലെത്തിക്കുവാൻ മെക്കാനിക്കൽ ഷെഡിലുണ്ടായിരുന്ന ഒരു കസ്റ്റമറുടെ കാറുമെടുത്ത് അവൻ പോയി. പോകുന്ന വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. വണ്ടി ട്രാഫിക്കിൽ നിന്നതും നീ ട്രാഫിക് ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഇതാ ബ്ലോക്ക്, ഇത് ആസ്വദിക്കുക എന്ന് പറഞ്ഞ് ജോങ് പുറത്തിറങ്ങി അവളെ കയ്യിലെടുത്ത് ആ നഗരവും ട്രാഫിക് ബ്ലോക്കും കാണിച്ചു കൊടുത്തു. ശേഷം ഒരു തരത്തിൽ അവൻ അവളെ കൊണ്ടുപോയി അവളുടെ വീട്ടിലാക്കി. തിരികെ മെക്കാനിക് ഷെഡിലേക്ക് എത്തുമ്പോൾ അവിടെ ചേട്ടനും അവൻ കൊണ്ടുപോയ കാറിന്റെ ഓണറും നിൽക്കുന്നുണ്ടായിരുന്നു. ജോങ് കാറിൽ വരുന്ന കണ്ടതും ചേട്ടൻ ദേഷ്യം കൊണ്ട് വിറച്ചു. പക്ഷെ ഒരു തരത്തിൽ ഇവനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാൻ താൻ പറഞ്ഞു വിട്ടതാ, കംപ്ലൈന്റ് ചെക്ക് ചെയ്യുവാൻ വേണ്ടി എന്നൊക്കെ ഓണറിനോട് പറഞ്ഞ് ഒരു തരത്തിൽ ചേട്ടൻ അത് മാനേജ് ചെയ്തു. ഓണർ കാറുമായി പോയതും ചേട്ടൻ ജോങ്ങിനെ അകത്തേക്ക് കൊണ്ടുപോയി. അവൻ ചെയ്ത തെറ്റു പറഞ്ഞ് വലിയൊരു ഇരുമ്പ് തിണ്ടെടുത്ത് അവനെ അതിന്റെ പേരിൽ മർദ്ദിക്കാനും ആരംഭിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞു ജോങ് അലറി വിളിച്ചു. പക്ഷെ അവൻ പ്രതികരിച്ചതേയില്ല. വൈകാതെ ജോങ്ങിന്റെ അമ്മയുടെ 60ാം പിറന്നാൾ വരികയായിരുന്നു. ഫാമിലിക്കിടയിൽ വലിയൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. പാർട്ടിയിൽ തന്റെ ഗേൾഫ്രണ്ടായി തന്റെ ഗസ്റ്റായി ഹാനിനെയും കൊണ്ടുപോകണം എന്ന് ജോങ് കരുതി. അവളുടെ വീട്ടിലേക്കെത്തി അതിനായി അവൻ അവളെ അണിയിച്ചൊരുക്കി. ശേഷം അവൻ അവളെ വീൽ ചെയറിലിരുത്തി പാർട്ടി നടക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ജോങ് ഹാനിനെ കൊണ്ടുവന്നത് അവിടെ ഇരുന്ന ഫാമിലി മെമ്പേഴ്സിന് ആർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇവനെ ഒരു മന്ദബുദ്ധി, ഇവൻ വേറൊരു മന്ദബുദ്ധിനെയും കൊണ്ട് വന്നിരിക്കുവാണോ എന്ന തരത്തിലൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ജോങ് അതൊന്നും മൈൻഡ് ചെയ്തതുപോലുമില്ല. ഹാനിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. അവൾക്ക് ഭക്ഷണമൊക്കെ ഊട്ടിക്കൊടുത്തു. ജോങ്ങിന്റെ സഹോദരങ്ങൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ജോങ്ങിനെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി. നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ? ഒരു പൊട്ടീനെയും വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ എന്താ കൊച്ചാക്കി കളിയാക്കാൻ നോക്കുവാണോ? എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് അവർ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇതൊന്നും പോരാ, അവളുടെ അച്ഛനെയല്ലേ കാറടിച്ചു കൊന്നത്, അതിന്റെ പേരിൽ ജയിലിലും പോയി വന്നതാ, എന്നിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് നടക്കുന്നത് എന്തിനാ? ഇതിനി അവളുടെ ചേട്ടൻ കണ്ടിട്ട് വേണം നമുക്കെതിരെ കേസ് കൊടുക്കാൻ എന്നൊക്കെ അവർ കൂട്ടിച്ചേർത്തു. അതൊക്കെ കേട്ടതും ജോങ്ങിനും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. ആര് കൊന്നെന്ന്? ആരാടാ ശരിക്കും കൊന്നത്? കള്ളുകുടിച്ച് നീയല്ലേ കാറോടിച്ച് അയാൾ ഇടിച്ചു കൊന്നത്? ഞാൻ ഇങ്ങനെ ആയോണ്ട് എനിക്ക് കുറച്ച് ശിക്ഷയെ കിട്ടൂ എന്ന് പറഞ്ഞ് എന്നെ എന്നിട്ട് ജയിലിലുമാക്കി. എന്നിട്ട് നീയൊരു തെറ്റും ചെയ്യാത്ത പുണ്യാളനുമായി ഇന്നേ വരെ ഞാനിതൊക്കെ ആരോടെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടാണ് നീയൊക്കെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുന്നത്. നിനക്ക് വേണ്ടിയല്ലടാ ഞാൻ ജയിലിൽ പോയെ. ജയിലിലെങ്കിലും വന്ന് നീ എന്നെ ഒന്ന് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഏറെ ഇമോഷണലായി ജോങ് പറഞ്ഞുകൊണ്ടിരുന്നു. ജോങ്ങിന്റെ ചേട്ടന്മാരുടെയും വായടഞ്ഞു പോയിരുന്നു. വൈകാതെ പാർട്ടി അവസാനിച്ചു. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എല്ലാവരും പോസ് ചെയ്യാൻ നിന്നു. ഹാനുമായി ജോങ്ങും വന്നു നിന്നപ്പോൾ ഏവരും അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞില്ലേ, ഈ മന്ദബുദ്ധിനെ എന്തിനാ നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവന്ന് നിർത്തുന്നേ? ഇവളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ജോങ്ങിന്റെ ചേട്ടൻ തന്നെ അവളുടെ വീൽ ചെയർ തള്ളി മാറ്റി. അത് ഹാനിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ഹാൻ സങ്കടപ്പെടുന്ന കണ്ടതും ജോങ്ങും ഫാമിലി ഫോട്ടോയിൽ നിൽക്കാതെ ഹാനിനെയും കൂട്ടി അവിടെ നിന്ന് പോന്നു. പുറത്തെത്തിയിട്ടും ഹാൻ വലിയ സങ്കടത്തിലായിരുന്നു. അത് മനസ്സിലാക്കിയ ജോങ് അവളെ സന്തോഷിപ്പിക്കാനായി ഓരോയിടത്ത് കൊണ്ടുപോയി ഓരോ തമാശകൾ ചെയ്യാൻ തുടങ്ങി. അവൾക്ക് മുമ്പിൽ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ഒടുവിൽ ജോങ് അവളെ സന്തോഷിപ്പിച്ചു. സമയം അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ഹാനിനെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കുവാൻ ജോങ് അവളുമായി മെട്രോ സ്റ്റേഷനിലെത്തി. പക്ഷെ അപ്പോഴേക്കും അവസാനത്തെ ട്രെയിനും പോയി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ജോങ് തന്നെ അവളെ ചുമന്ന് അവളുടെ വീട്ടിലെത്തിച്ചു. ജോങ് പുറപ്പെട്ടു പോരാൻ നേരം പോവണ്ടെന്നും അന്ന് തന്റെ കൂടെ നിൽക്കാനും ഹാൻ ജോങ്ങിനോട് ആവശ്യപ്പെട്ടു. അവരിരുവരും ഒന്നിച്ചു കിടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. സമയം കടന്നു പോകും തോറും ഇന്റിമേറ്റ് ആവാനുള്ള ആഗ്രഹം അവർക്കിടയിൽ വരികയും അവരത് പ്രവർത്തിക്കുകയും ചെയ്തു. ആ സമയത്തായിരുന്നു പുറത്ത് അവളുടെ ചേട്ടനും ചേച്ചിയും എത്തിയത്. വാ
വാതിൽ തുറന്ന് അകത്ത് കയറിയ അവർ ജോങ്ങും ഹാനും ഇന്റിമേറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടു. ഹാനിനെ ബലം പ്രയോഗിച്ച് ജോങ് പീഡിപ്പിക്കുകയാണ് എന്നായിരുന്നു അവർ കരുതിയത്. ഹാനും ജോങ്ങും ഇഷ്ടപ്പെട്ട് പരസ്പരം സമ്മതത്തോടെയാണ് ഇന്റിമേറ്റ് ആയതെങ്കിലും അതൊന്നും മനസ്സിലാക്കുവാൻ ഹാനിന്റെ ചേട്ടനോ മറ്റുള്ളവരോ തയ്യാറായില്ല. പിന്നാലെ പോലീസ് എത്തുകയും ഹാനിനെ പീഡിപ്പിച്ചു എന്ന കുറ്റത്തിന് ജോങ്ങിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജോങ് ജയിലിലെത്തിയതും അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഹാനിന്റെ കുടുംബാംഗങ്ങളെയും ജോങ്ങിന്റെ കുടുംബാംഗങ്ങളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലും മറ്റും ആരംഭിച്ചു. ഹാനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജോങ്ങിന് മേൽ ഒരു തെറ്റുമില്ല എന്ന് ഹാൻ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അവൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാനും ആർക്കും സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ ജോങ്ങിന്റെ സഹോദരങ്ങളും ഹാനിന്റെ ചേട്ടനും പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. ഹാനിന്റെ ചേട്ടൻ നഷ്ടപരിഹാരമായി ഒരു തുക തന്നാൽ ജോങ്ങിനെതിരെയുള്ള കേസ് പിൻവലിക്കാം എന്നവരുടെ സഹോദരങ്ങളോട് പറഞ്ഞു. പക്ഷേ അതൊന്നും വേണ്ടെന്നും ദയവ് ചെയ്ത് കേസ് പിൻവലിക്കരുതെന്നും എങ്ങനെ ഇവനെ ഒഴിവാക്കുമെന്ന് കരുതിയ നടന്നിരുന്നത് ഞങ്ങൾ. അപ്പോഴാ അവനായിട്ട് തന്നെ ഇത്തരത്തിലൊന്ന് ചെയ്തുകൊണ്ടുവന്നത്. അവൻ ജയിലിൽ പോകട്ടെ എന്ന് പറയുകയും ചെയ്തു. ഇതേ സമയം പോലീസ് സ്റ്റേഷനകത്ത് വിലങ്ങ് വെച്ച് ജോങ്ങിനെ ഹാനിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അവനെ ആ അവസ്ഥയിൽ കണ്ട് ഹാനിന് സഹിക്കാൻ പറ്റിയില്ല. അവൻ നിരപരാധിയാണ് എന്നവൾ അവളുടെ രീതിയിൽ പറയാൻ ശ്രമിച്ചു. പക്ഷേ ജോങ്ങിനെ കാണുമ്പോഴേ അവൾ വല്ലാതെ അസ്വസ്ഥയാവുകയാണ്. അവൾ ഭയപ്പെടുകയാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു പോലീസും മറ്റുള്ളവരും അത് മനസ്സിലാക്കിയത്. അതോടെ ജോങ്ങിനെ വീണ്ടും സെല്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹാനിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അവളുടെ വീട്ടിലുമാക്കി. പിന്നാലെ ജോങ്ങിനെ കാണുവാൻ അവന്റെ അമ്മയെത്തി. അമ്മയും ജോങ് തെറ്റ് ചെയ്തു എന്ന് കരുതി അവനെ തല്ലുവാനും മറ്റും തുടങ്ങി. അമ്മയും കൂടി തന്നെ മനസ്സിലാക്കുന്നില്ലെന്നത് കണ്ടതും ജോങ്ങിന്റെ മനസ്സുടഞ്ഞിരുന്നു. ഫാമിലിക്കൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരവസരം കിട്ടിയതും അത് മുതലെടുത്ത് ജോങ് അവിടെ നിന്ന് പുറത്തേക്കൂടി രക്ഷപ്പെട്ടു. അവൻ നേരെ പോയത് ഹാനിന്റെ അടുത്തേക്കായിരുന്നു. ഹാനാകട്ടെ ഇതേ സമയം മരത്തിന്റെ നിഴൽ ഭിത്തിയിൽ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയ ജോങ് അത് മനസ്സിലാക്കി ആ മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റാൻ ആരംഭിച്ചു. റൂമിലെ ഷാഡോ മറയുന്നത് ഹാനും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഹാൻ പുറത്ത് വന്നിരിക്കും എന്ന് ജോങ്ങിന് തോന്നി. തന്റെ സാന്നിധ്യം അവനെ അറിയിക്കുവാൻ അവൾ ജനൽ തുറന്ന് താഴേക്ക് എത്തി നോക്കി. പിന്നാലെ ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യിപ്പിച്ചു. താൻ വന്നത് ഹാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് ജോങ്ങിനും ആ നിമിഷം മനസ്സിലായി. ജാങ്ങിനെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് പോലീസും എത്തിച്ചേർന്നിരുന്നു. വൈകാതെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അപ്പോഴും ഹാനിന് മരത്തിന്റെ നിഴൽ കണ്ട് പേടിക്കില്ല എന്ന ആശ്വാസമായിരുന്നു ജോങ്ങിനുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ജോങ്ങിന്റെ കത്തുകൾ അവളെ തേടിയെത്തി. അവൾ ആ കത്തുകൾ വായിച്ചു. ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന അവൾ അവളുടെ അപ്പാർട്ട്മെന്റ് വൃത്തിയാക്കുന്നതും മറ്റും അവളുടെ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. കത്തിലൂടെ ജോങ് എഴുതി ജയിലിലെ ഭക്ഷണത്തെ പറ്റിയും അവൾക്കൊപ്പം ടോഫു കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റിയും മടങ്ങി വന്ന് അവൾക്കിഷ്ടമുള്ളതൊക്കെയും വാങ്ങിക്കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കുന്നതിനെ പറ്റിയുമൊക്കെ കത്ത് വായിച്ചവൾ ഏറെ സന്തോഷവതിയായിരുന്നു. അവളുടെ പ്രിയപ്പെട്ട ജോങ്ങിന്റെ തിരിച്ചുവരവിനായി അവൾ കാത്തിരുന്നുകൊണ്ടേയിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.